ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നും വീണ്ടും ഒരു സൺഡേ വന്നിട്ടുണ്ട്. രാവിലെ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മഴയൊന്നും പെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്ന തുണിയൊക്കെ അലക്കാനിട്ടു കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് എന്താക്കും എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പുട്ടുണ്ടാക്കാമെന്ന്. അരിപ്പുട്ടുമുണ്ട്, ചോളപ്പുട്ടും ഉണ്ട് കേട്ടോ. എൻ്റെ മോന് ചോളപ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോളപ്പുട്ടിന് വേണ്ടി ഇന്ന് സൺഡേ ആണല്ലോ, എന്തായാലും നമ്മുടെയൊക്കെ വീട്ടിൽ ബീഫ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്നലെ ആശ്രയിൽ നിന്ന് വരുന്ന വഴിക്ക് കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സിമ്പിളായിട്ട് വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയൊക്കെ ഇങ്ങനെ കേട്ടോ ബീഫ് കറി വെക്കുന്നത്. അതായത് ആദ്യം നമ്മുടെ എല്ലാം കൂടി ഇങ്ങനെ കൈ കൊണ്ട് സ്മാഷ് ചെയ്ത് ബീഫെല്ലാം കൂടി ഇട്ട് പുരട്ടി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കും കേട്ടോ. ഇത് ഞാനാണെങ്കിൽ ഉച്ചക്കത്തേക്കുള്ളത് വേഗം സെറ്റാക്കിയതാണ് കേട്ടോ. അതിനുള്ള കറി കുറച്ച് ഉരുളക്കിഴങ്ങും ഇട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കാൻ പറ്റും. ദെൻ പുട്ടിന് പപ്പടം ഓൾസോ മസ്റ്റാണ് ഇവിടെ. പിന്നെ പുട്ടിന് പപ്പടം ഉണ്ടാക്കി. പിന്നെ ഉച്ചക്കലത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തു. പിന്നെ കുഞ്ഞുമ്മക്ക് നാളെ ഇംഗ്ലീഷിൻ്റെ എക്സാം ആയതാണ്. കുഞ്ഞുമ്മക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം എന്താ പറയുക, അപ്പോഴത്തേക്കും മഴ പെയ്തു ഗൈസ്. ഞാൻ കഷ്ടപ്പെട്ട് തുണി മുകളിൽ കൊണ്ടുവന്നിട്ടപ്പോഴത്തേക്ക് പൂരമഴ. പിന്നെ ഞാൻ എടുത്തിട്ട തുണി അതേപോലെ എടുത്ത് നിലത്തോട്ട് ഓടി. ഒന്നും പറയണ്ട, ആകെ ഒരു ചളപിളയായിരുന്നു. പെട്ടെന്നാണ് മഴ പെയ്തത് കേട്ടോ. പ്രതീക്ഷിക്കാണ്ടാണല്ലോ ഇപ്പോൾ മഴ വരുന്നത്. വെയിലും കാണാം, ചില സമയത്ത് മഴയും കാണാം. ഇപ്പോൾ റെയിൻകോട്ടും കുടയും ഇല്ലാണ്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മുടെ മക്കളിപ്പോൾ മഴ പെയ്യണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമായിരിക്കുമല്ലേ. കാരണം അവർക്ക് വേറെ പണിയില്ലല്ലോ. അവർക്ക് എന്താണ് ആവശ്യം? അവർക്ക് മഴ പെയ്യണം, ലീവ് കിട്ടണം എന്നേ അവർ വിചാരിക്കണുള്ളൂ. അപ്പം മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉച്ചക്കലത്തേക്ക് തക്കാളി ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നാപ്പിയായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണത്. അത്യാവശ്യം നല്ല രീതിയിൽ എന്നെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ മോനാണ് കേട്ടോ. പക്ഷേ പുള്ളിക്കാരന് ഈ വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. എന്നോട് പറയും എൻ്റെ ഫേസ് കാണിക്കല്ലേ, ഞാൻ ചെയ്യുന്നതൊന്നും കാണിക്കല്ലേ എന്ന് എപ്പോഴും പറയും. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ A to Z ഹെൽപ്പ് ചെയ്യുന്ന അയാളാട്ടോ. എല്ലാവരും ഹെൽപ്പ് ചെയ്യും, പക്ഷേ കുറച്ച് കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്യും. ഡിമാൻഡ് ഒന്നും ഇല്ലാണ്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ മോനാണ്. ദെൻ അപ്പോഴത്തേക്ക് തക്കാളി റൈസ് അവന് ഏറ്റവും ഇഷ്ടം. ഇവിടെ തക്കാളി റൈസ് ഉണ്ടെങ്കിൽ ബീഫ് പെപ്പർ വേണം, അത് മസ്റ്റാണ്. പിന്നെ വൈകുന്നേരം ഹെവിയായിട്ട് ഒന്നും കഴിക്കില്ല കേട്ടോ, ലൈറ്റായിട്ട് കഞ്ഞി കുടിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഗോതമ്പ് കഞ്ഞിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ടൊമാറ്റോ റൈസ്, അടിപൊളിയാണ്. പിന്നെ കുഞ്ഞുമ്മാടെ എന്നെ ബഹളം വെച്ച് അവൾക്ക് ഞാനൊരു പുഡിങ് ഉണ്ടാക്കി കൊടുത്തു. ഇത് കുറേ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് കാരമൽ അതിൻ്റെ എക്സ്പ്രഷനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. അപ്പോൾ എനിക്ക് നാളെ സ്കൂളിൽ കൊണ്ടുവന്ന് സെറ്റാക്കി തരണേന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ദെൻ വൈകുന്നേരം സ്നാക്സായിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ടാ. ബീഫ് കറി വെച്ചാൽ പഴംപൊരി നിർബന്ധം. അത് ഒരു അത് ബീഫ് കറി എന്ന് എപ്പോഴും നമ്മൾ ബീഫൊന്നും വാങ്ങിക്കില്ല കേട്ടോ. വല്ലപ്പോഴും ബീഫ് വാങ്ങിച്ചാൽ വൈകുന്നേരം പഴംപൊരി ഉണ്ടാക്കി കൊടുക്കണം. അത് പണ്ട് മുതലേ ഉള്ള ശീലമാണ്. കാരണം കുഞ്ഞുമ്പാക്ക് പഴംപൊരിയും ബീഫും ഭയങ്കര ഇഷ്ടമാണ്, മോനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നല്ല പഴംപൊരിയും ബീഫും ഉണ്ടാക്കി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞുമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേന്നാട്ടോ പറയുന്നത്. ബൈ, സീ യു.